അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയാൽ നമ്മൾ ഫസ്റ്റ് പെരയത്തെ വ്ളോഗാണ് കേട്ടോ. അത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ വ്ളോഗ് ഇട്ടില്ലല്ലോ. ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടെന്നല്ലാതെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇപ്പൊ ഒന്ന് വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല വൈകുന്നേരം ഇരിക്കണേ 5 മണി കഴിഞ്ഞിരിക്കണ കേട്ടോ സമയം. ആ ഓള് ടാറ്റ തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഓള് നഴ്സറിയൊക്കെ വിട്ട് വന്ന് കുറേ നേരമായിട്ടോ ഒക്കെ ചോറൊക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ, ഞാനും ഓൾ തന്നെ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ഇപ്പം നമ്മളൊന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ച് ഉച്ചയായപ്പോൾ വിചാരിച്ചതാട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ ഇന്ന് വേറൊരു മോഡൽ കുക്കിങ്ങാണ് ചെയ്ത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിക്കണ്. അപ്പോൾ അതിന് നമ്മൾ അപ്പം ഉണ്ടായൊരു പ്ലാനാണ് കട്ലേറ്റ് ഉണ്ടാക്കിയാലോ. സാധനമൊക്കെ ഉണ്ട്, അപ്പം എന്നാൽ പിന്നെ കട്ലേറ്റ് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അതിലുള്ള ചിക്കൻ മാറ്റി. സാധാരണ നമ്മൾ കട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കനെ വേവിക്കുക ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ മസാല കൂട്ടി വെച്ചതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ടായിട്ട് ഉണ്ടാക്കണം. അപ്പൊ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണ് കട്ലേറ്റ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ ഇപ്പൊ കുറേ ആയി കട്ലേറ്റ് ഒന്നും അങ്ങനെ നമ്മൾ ഉണ്ടാക്കലും തിന്നലൊന്നുമില്ല. നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഐസമോളെ. അപ്പൊ ഐസമോളി മേക്കണം അതിന്റെ ഇടയിൽ കൂടെ കേട്ടോ. ഓള് എന്തോ ഒപ്പിച്ചു അതിന്റെ ഇടയിൽ കൂടെ. നമ്മൾ വീഡിയോ എടുത്തോ പണിയെടുത്തോ നിൽക്കുമ്പോഴത്തേനും ഓള് വേറെ എന്തെങ്കിലും ഒപ്പിച്ചു. അപ്പൊ നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. ചിക്കൻ കട്ലേറ്റ് ആട്ടോ ഉണ്ടാക്കണത്. ഐസ അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഇതാ വേവാനും വേണ്ടിയിട്ട് വെച്ചിന്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാനും ഓളുള്ളൂ. ബേബി തറവാട്ടിൽ പോയേക്കാട്ടോ. ബേബി തറവാട്ടിലാണ്, നീലിയും തറവാട്ടിലാണ്, സിത്തു പിന്നെ കളിച്ചാൻ പോയിക്കണേ. അപ്പോൾ ഞാനും ഓളുള്ളൂ. അപ്പോൾ നമുക്ക് കടലേറ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ എൻ്റെ ഒരു മോഡൽ കടലേറ്റാട്ടോ കാണിക്കണത്. വോൾട്ടേജ് ഇല്ലായിട്ടാട്ടോ, തീരെ വോൾട്ടേജ് ഇല്ല. ഇനിയിപ്പോൾ വോൾട്ടേജ് പെട്ടെന്ന് കൂടിയപ്പോൾ ഒരു വെളിച്ചം വന്നില്ലേ, തീരെ വോൾട്ടേജ് ഇല്ല കേട്ടോ. കറണ്ട് തന്നെ അല്ലേ ഇനി രാവിലെ പോയതിന്. പിന്നെ വൈകുന്നേരം ഇപ്പം നേരെ വന്നിട്ടുള്ളൂ കേട്ടോ കറണ്ട്. ഇപ്പം മോട്ടറൊക്കെ ഇട്ട് നിറച്ചിട്ടുള്ളൂ. ഇപ്പം നേരെ വന്നിട്ടുള്ളൂ. രാവിലെ പോയത്. ഏതായാലും വെള്ളം കഴിയാതായിട്ട് വൈകുന്നേരമായി. എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ എന്നോട് പറയാം വീഡിയോ ഒക്കെ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതിന്റെ മോഡൽ കട്ലേറ്റ് ആട്ടോ. ഫുൾ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കട്ലേറ്റ് ആണ്. അപ്പോൾ അപ്പൊ ഞാനൊന്ന് വീഡിയോ ഒക്കെ വിചാരിച്ചു. ഏതായാലും നമ്മൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ അല്ലേ, അപ്പൊ വീഡിയോ ഒക്കെ വിചാരിച്ചിട്ട് അപ്പൊ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉരുളൻകിഴങ്ങ് കുക്കറിലിട്ട് വെച്ചിക്കണം കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഉള്ളിയും ഇതൊക്കെ അരിയണം. ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ. വെളിച്ചം തീരെ ഇല്ല കേട്ടോ, വെളിച്ചം കുറവായിട്ടാണ് കാണാത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടണം. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടിട്ടോ. കേട്ടോ നമ്മളെ വരാ കുരുമുളകും പൊടി തീരെ ഇല്ലേന് കേട്ടോ. ഐസമോൾ അവിടെ നിന്ന് മോളിയെന്ന് വിളിക്കൽ തുടങ്ങിയിരിക്കണ്. കുരുമുളകും പൊടി തീരെ ഇല്ലാത്തതിനോട് ഇതാ കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചിട്ടോ. അപ്പൊ വരടേ. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചണം കേട്ടോ. ഇതിപ്പോ അല്ലെ വീഡിയോ എടുത്തരാൻ ആളില്ലാത്തതിനോടെ ഞാനെന്നെ അങ്ങനെ എടുക്കണ്ടേ. ആണെങ്കിൽ എമ്മച്ചിന്റെ ഫോൺ കൊടുത്തുകൊണ്ട് ഇടിക്കും മടിക്കും വരെ ഇപ്പൊ ആരും ഇല്ലല്ലോ വീഡിയോ എടുത്തരാറേ. അപ്പൊ ഞാനെന്നെങ്ങനെ കാട്ടും വേണം എടുക്കും വേണം ഒക്കെ ഞാൻ വേണം. അതോട്ട് അങ്ങനെ മടിച്ച് ഇവിടത്തെ പിന്നെ അങ്ങനെ വീഡിയോ ഇടലേ ഇല്ല കേട്ടോ. അങ്ങനെ മടിച്ച് ഇങ്ങനെ നിൽക്കും, ഇടേ ഇല്ല. അപ്പൊ ഇന്നിങ്ങനെ വിചാരിച്ചിരുന്ന ഇടാന്ന്. ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ അതാ വേഗം കടലേറ്റൊക്കെയുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ടോ തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് എണ്ണ ചൂടാകാൻ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വൃത്തിയാക്കി എടുക്കാമല്ലോ. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് ഒരു 5-6 ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റൊക്കെ ചെയ്യണത്. ഗാലറിയിൽ അങ്ങനെ കിടക്കുകയാണ്, ഇടാൻ എന്തോ ഒരു മടി. അപ്പം ഇങ്ങനെ അവിടെ ഇട്ടതേനെ കേട്ടോ. പിന്നെ അത് വേഗം കഴിച്ചാണ്. ഉള്ളിയായിട്ട് തൊലിച്ച് വൃത്തിയാക്കിയൊക്കെ വിചാരിച്ചെന്നാൽ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ ഇടാൻ നമുക്ക് ഇത് അരിഞ്ഞേക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഉള്ളി തൊലിച്ച് റെഡിയാക്കാം കേട്ടോ. വേഗം ചെയ്യുകയാണ് ഞാൻ. ഒറ്റക്കാകുമ്പോൾ പിന്നെ ഇങ്ങനെ വേഗം ചെയ്യും കേട്ടോ. അപ്പം അതാ ഉള്ളിയൊക്കെ തൊലിച്ച് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ ഐസമോളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണിയെടുക്കാൻ സമ്മതിക്കൂല. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ എനിക്കാണെങ്കിൽ അപ്പൂത്തിന് ഇങ്ങനെ അരിച്ച് കയറും ചെയ്യും. പിന്നെ അത് വൃത്തിയാക്കണം, സാധനം വൃത്തിയാക്കണം, അരിയണ്ടേ, ഉള്ളിയും ഇതൊക്കെ ഇതാക്കുക. ആ പോക്ക് ഇനിയിപ്പോൾ തേമാണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരും. ഇതുവരെ ഓളെ കളിയായിട്ടേലും ഇങ്ങനെ നടക്കുക. ഞാൻ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിൽക്കാന്ന് കണ്ടപ്പോൾ ഓളും. എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ. ഒരുവിധം എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവക്ക് പ്രത്യേക ഒരു ഇതാണ്, ചെറുപ്പത്തിലേ അങ്ങനെ തന്നെ. ഉള്ളിത്തോലി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കണം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എണ്ണ ചൂടായതല്ലേക്ക് ചിക്കനെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ടോ. ഇപ്പൊ ചിക്കന് തട്ടവിടെ പൊരിയുണ്ട്, നമ്മളെ കിഴങ്ങ് ഇവിടെ ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ആ ഉള്ളി അരിയുണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ കൂടിയാണ് കേട്ടോ ചെയ്യണത്. അല്ല ഞമ്മത് പെട്ടെന്ന് ആവൂല, സമയം കുറെ ആയില്ലേ. പിന്നെ അതിങ്ങനെ ഉണ്ടാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് കണസ് മുക്കി, അതാണ് കുറച്ചൊരു റിസ്ക് ഉള്ള പണി കേട്ടോ.
പിന്നെ അതാ ചിക്കൻ പൊരിഞ്ഞപ്പോഴത്തേനും ഉള്ളിയരിയലും കഴിഞ്ഞിട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കുക, പെട്ടെന്ന് പരിപാടിയും കഴിയട്ടോ. ഉള്ളി അരിഞ്ഞ് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുകയും ചെയ്ത് ചിക്കൻ പൊരിഞ്ഞപ്പോഴത്തേനും. പിന്നെ നമുക്ക് കിഴങ്ങും ആയിട്ടോ. അപ്പോൾ ഞാനത് ആവിയൊക്കെ കളിയാണ്. അപ്പോൾ കിഴങ്ങ് ആവി പോകണടക്കം നമുക്ക് എന്താക്കാം, ചിക്കനൊന്ന് ജസ്റ്റ് കറക്കിയെടുക്കുക. അങ്ങനെ അതാ ഞാൻ കറക്കിയെടുത്ത് പിന്നെ ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി എറിഞ്ഞ് അതിൻ്റെ ഒരു സൈഡൊക്കെ ഞാൻ ചിക്കനെ ആയിട്ട് തട്ടിയെടുത്തു. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ത് സാധനമാണെങ്കിലും ഒരു രസം ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ എണ്ണ ഒഴിച്ച് ചെറിയൊരു കുഞ്ഞി സ്പൂൺ എടുത്തത്. അപ്പോൾ അതിനോട് ഇങ്ങനെ കുറേ നേരം മുക്കിപ്പോരുണ്ട്. അങ്ങനെ അതാ നമ്മൾ ഉള്ളി ഇട്ടെടുത്ത് ഉള്ളി ഞാൻ ചെറുതാക്കിയായിട്ട് അരിഞ്ഞത്. ചെറുതാക്കി പറഞ്ഞാൽ പറ്റ ചെറുതാക്കിയില്ല, പക്ഷേ നീളത്തിലല്ല, മറ്റേ ചേക്ക അരിഞ്ഞത്. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് ഒരു കയ്യിൽ ഫോണായിട്ട് പിന്നെ ഉള്ളിക്ക് ആവശ്യമുള്ളൊരു ഉപ്പ് ഇട്ടെടുത്ത്. കാരണം ചിക്കനിൽ ഉപ്പുണ്ട്, കിഴങ്ങ് പീങ്ങാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ടീനി. അപ്പോൾ ചിക്കനക്ക് ആവശ്യമുള്ള ഉള്ളിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടെടുത്ത്. എന്നിട്ട് അതായിട്ട് മൂടി വെച്ച് അത് വാടിക്കോട്ടെ അരച്ചിട്ട് അത് വാടനടക്കി ഞാൻ എന്താക്കിയാലും കിഴങ്ങിനൊക്കെ തോല് കളഞ്ഞ് അത് കുത്തി ഉടച്ച് റെഡിയാക്കിട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ നല്ലോണം വാടി സെറ്റായി വന്നു. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്ന പൊടികളാണ് കാണിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ആവില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ആദ്യം, പിന്നെ കുരുമുളക് പൊടി ഇട്ടെടുത്ത്. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ഉണ്ടാക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പും ഇതൊന്നും ഇതിക്കില്ല കേട്ടോ. അതൊന്നും ഇല്ലേനി, കറിവേപ്പില അതൊന്നും ഇല്ലേനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുത്തിയത് ഇട്ടിന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. കാരണം ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ കുപ്പിൻ്റെയൊക്കെ മുകളിൽ ഞാൻ ആദ്യം തുറന്ന് വെച്ചതേനി കേട്ടോ. പിന്നെ ഗരം മസാല, ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊക്കെ ആയിട്ട് ഇടുന്നത്. എല്ലാ കുപ്പിൻ്റെ മൂടി ഞാൻ തുറന്ന് വെച്ചേക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിടേണ്ടൊക്കെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണം മാറാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത്. അങ്ങനെ കുറച്ച് നേരം, അധിക നേരം ഒന്നും ഇളക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉള്ളി വരണടക്കി ഞാൻ കിഴങ്ങിനൊക്കെ ഉടച്ചൊക്കെ സെറ്റാക്കി വെച്ചിനി. പിന്നെ കിഴങ്ങും ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ പിന്നെ തീരെ വീഡിയോ എടുക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ ഫോണിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്തിട്ടോ. അല്ലാതെ കഴിയൂല, കയ്യിൽ പിടിച്ച് അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ അതാ കുറച്ച് അങ്ങനെ കാണിച്ചു തന്നതാണ്. പിന്നെ ഫോൺ വെച്ചാൽ ഞാൻ ഫുള്ളും റെഡിക്കും കുഴച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടോ. നല്ലോണം റെഡി ആവേണ്ടത്. പിന്നെ ഈ ടൈമിലാണ് നമ്മൾ ഇത് ഇടുക, മല്ലിച്ചപ്പ് ഇടുക. പക്ഷെ മല്ലിച്ചപ്പ് ഇല്ലേനി, അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതിങ്ങോട്ട് ചൂടാറാനും വേണ്ടി മാറ്റി വെച്ചിട്ടോ. അത് ചൂടാറാനും വേണ്ടി മാറ്റി വെച്ചിടക്ക് ഇതാക്കണ ഞാൻ ബ്രെഡിനൊന്ന് ചൂടാക്കി എടുത്താണ്ട് ഒന്ന് പൊടിച്ചടിച്ചാണ് കേട്ടോ. റിസ്ക് പൊടിയിലും ചെയ്യാൻ, അപ്പോൾ ഇത് ബ്രെഡിലാണ് ചെയ്യണം. ബ്രെഡ് ഉണ്ടായിന്, അതുകൊണ്ടാട്ടോ ബ്രെഡിൽ ചെയ്യണത്. പിന്നെ ഫാൻ ഇട്ട് കണ്ട് ഇതിനെ ഫാനിൻ്റെ ചൂട്ട് വെച്ച് ചൂടാറാനും വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണമല്ലോ. പിന്നെ അതാ ഞാൻ പാത്രം മോറാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് പാത്രം മോറൽ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് സാധനം ഉണ്ടാക്കുക. പാത്രം കുറച്ച് മോറ ഉണ്ടാവണ നിലക്ക്. അപ്പോൾ ഞാൻ വേറെ പാത്രമൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഈ ചട്ടിൻ്റെ മസാലനെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ ഒരു അരുവക്ക് തന്നെയാണ് ഞാൻ ഈ ഉണ്ടാക്കിയാണ്ട് വെക്കണത് കേട്ടോ. എനിക്കിഷ്ടമില്ല പാത്രം മോറാൻ. അതാണെങ്കിൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യും. അങ്ങനെ അത് ഫുള്ള് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുട്ട ഞാനപ്പോഴത്തേനും കലക്കി റെഡിയാക്കിന് കേട്ടോ. അപ്പോൾ മുട്ടയിലും ബ്രെഡിലും മുക്കിക്കാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വെക്കാൻ വിചാരിച്ച്. അപ്പം പിന്നെ അത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ കടലേതിന് മുന്നേ ഇട്ടെന്നാലും ഒന്ന് ഇട്ടതാട്ടോ. അപ്പോൾ കിച്ചൻ്റെ കോലം എങ്ങനെയാണ് കേട്ടോ. ബ്രെഡിലും മുട്ടയിലൊക്കെ മുക്കി വെച്ചപ്പോൾ കിച്ചൻ്റെ കോലം എങ്ങനെയാണ് ലാസ്റ്റ്. പിന്നെ ഞാൻ പൊരിക്കണതിൻ്റെ മുന്നേ തന്നെ ആദ്യം ഇവിടെ അങ്ങോട്ട് റെഡിയാക്കി. എന്നാലല്ലേ പൊരിക്കുമ്പോൾ നമുക്കൊരു സുഖം. എനിക്കിങ്ങനെ അടുക്കള വൃത്തിയില്ലാതെ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ. അങ്ങനെ ആദ്യം അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കി. ഒക്കെ വർക്കേരിയ കൊണ്ടുപോയിട്ടൊക്കെ കേട്ടോ. മോറിട്ടും കഴിയിട്ടൊന്നുമില്ല. ഫുള്ള് പാത്രമൊക്കെ വർക്കേരിയ കൊണ്ടുപോയിട്ട് കണ്ട് ഇവിടെ ഒന്നാണ് നന്നാക്കി. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ പൊരിച്ചൊരു അങ്ങോട്ടായപ്പോൾ ഗ്യാസ് അങ്ങോട്ട് തീർന്നു കേട്ടോ. ഇത്രയും പൊരിച്ചായിട്ടുള്ളൂ ഇനി. അപ്പോഴത്തേനും ഗ്യാസ് തീർന്ന്. അങ്ങനെ പിന്നെ പൊരി നിർത്തി ബാങ്കും കൊടുത്തിനി. അപ്പോൾ ഞാൻ പോയി പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും അപ്പുറത്തെ വരെയെന്ന് ഗ്യാസ് എടുത്ത് കുടുക്കിട്ടോ. പിന്നെ വന്നിട്ടാണ് ബാക്കി പൊരിക്കണം. അപ്പോൾ ആദ്യം പൊരിച്ചതൊക്കെ ചൂടാറിയിനി. അപ്പോൾ അതിനൊന്ന് എടുത്ത് തിന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ്, എന്താണെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ആയില കടലേറ്റ് തിന്നിട്ട് അതുകൊണ്ടാണോ എന്നറിയില്ല. മല്ലിച്ചപ്പും കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല, എന്നാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് അടിക്കുക.